ഹല്ലേലൂയ ഹല്ലേലൂയ. വെരി ഗുഡ് മോർണിംഗ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ സമയം ഒട്ടുമില്ലല്ലോ. ഈ പ്രയർ സ്ലോട്ട് ലീഡ് ചെയ്യുന്ന പ്രിയ ഉമ്മൻ പാസ്റ്റർ, ഉമ്മൻ വർഗീസ് പാസ്റ്റർ, അതുപോലെ നമ്മുടെ വേൾഡ് ക്രിസ്ത്യൻ ഈ ദൈവസഭയെ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന പ്രിയ ജോൺ പാസ്റ്ററുകളെ, ആന്റി, ഇവിടെ എന്നെ അറിയാവുന്ന എന്റെ മുഖപരിചയമുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും, പ്രിയ ആന്റിമാരെ, അങ്കിളുമാരെ, എല്ലാവർക്കും ദൈവാസന്മാർക്കും എല്ലാം യേശു ക്രിസ്തു സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ എനിക്ക് മുമ്പേ വചനം പറഞ്ഞ ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്, കുഞ്ഞുങ്ങൾ പാട്ടുപാടി കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരെല്ലാം ഞാൻ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേക ഒരു കുടുംബം ഒരു സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഒരുമിച്ച് 3 പേര് ഒരുമിച്ച് ദൈവം ഉപയോഗിച്ചോർത്ത് എന്റെ കർത്താവിന് ഞാൻ മഹത്വം കരയറ്റുന്നു. ഹല്ലേലൂയ. അനേകാരം കുഞ്ഞുങ്ങൾ മദ്യത്തിന്റെയും മയക്കുമതിന്റെയും ആസക്തികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അനേകാരം ദൈവദാസന്മാരുടെ മക്കൾ വരെ ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത വഴി വിട്ടു പോകുമ്പോൾ, സ്വർഗത്തിലെ അപ്പന് കറുത്ത ചില വ്യക്തികളെ, ചില ശേഷിപ്പിന്റെ ദൈവം ഒരുക്കി തോർത്ത് ഞാൻ എന്റെ കർത്താവിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവിന്റെ പാതവിടെ ആയിരിക്കും ദൈവം തന്ന ഹല്ലേലൂയ നല്ല അവസ്ഥയെ വെച്ച് ഞങ്ങൾ നന്ദി കരട്ടുന്നു. ഹല്ലേലൂയ. ലോകമെമ്പാടും അടുത്ത ദിവസങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിൽ കർത്താവിനെ ക്രൂശീകരിച്ചു. ഹല്ലേലൂയ. എന്ന ഓരോ വർഷക്കാലം ആയി ക്രിസ്ത്യൻ ഹല്ലേലൂയ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരെ ഓണം ക്രിസ്മസ് ആചരിക്കുന്നവരായിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലായി ഒരുവൻ ജനിച്ചു, ഒരിക്കലായി മരണപ്പെട്ടു, ഒരിക്കലായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് നല്ല കർത്താവിനെ ഹല്ലേലൂയ ആത്മാത്സത്തിൽ കർത്താവ് കരങ്ങൾ ഉയർത്തുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ട് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനിയുള്ള സമയം നമ്മൾ അഗ്രസീവ് ആയിരിക്കും. നമ്മൾ സാത്താന്റെ കോട്ടകളെ തകർത്ത് ആത്മാവിന്റെ അഭിഷേകത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ചില നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് ആരും നിങ്ങൾ ക്ഷീണിച്ച അവസരമായിരിക്കും. നിങ്ങൾ കുറെ സമയമായിട്ട് ഇരിക്കുന്നവരായിരിക്കുക. നിങ്ങളുടെ ക്ഷീണാവസ്ഥകൾ ദൈവം മാറ്റും. നിങ്ങൾക്ക് ഒരു പുതിയ ആരോഗ്യം തരും. ആയുസ്സുള്ള ഒരു ആരോഗ്യം ദൈവം തരും. പുഷ്ടിയുള്ള ദൈവത്തിന്റെ വചനത്തിന് പുഷ്ടിയുള്ള ഒരു ആരോഗ്യം ദൈവം പ്രദാനം ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഈ പ്രഭാത സെക്ഷനകത്ത് നിങ്ങൾ കുറച്ചും കൂടെ ബി സ്മാർട്ടായിട്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ക്ഷീണങ്ങളൊക്കെ മാറ്റിവെക്കുക. കർത്താവിൽ പ്രത്യാശയുള്ളവരെ ഏവരും ധൈര്യപ്പെട്ടിരിക്കുക. കർത്താവ് ഇന്ന് വൻ കാര്യങ്ങളെ ചെയ്യും. എന്റെ ലൈഫിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത് ദൈവം ചില അത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തില്ല. മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവിന്റെ നാമം, സകല നാമത്തിന് മേലായ നാമം, യേശുവിന്റെ നാമം. ആ നാമത്തിന്റെ ശക്തി നീ സൂം പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അവസാനം വരെ അസാധാരണമായ ദൈവശക്തിയെ തിരിച്ചറിയുന്ന പകൽക്കാലമാക്കി ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് ആരാണോ സമർപ്പിക്കുന്നത്, ആരാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവരുടെ മേൽ ദൈവത്തിന്റെ കാര്യം ചടിക്കും. ഹല്ലേലൂയ. യോവേൽ പ്രവചന പുസ്തകത്തിനകത്തും അപ്പോസ്തല പ്രവചന പുസ്തകത്തിനകത്തും രണ്ടാമത് പറയുന്നത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാര് പ്രവചിക്കും. നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസനെ ആത്മാവിനെ പകരും എന്ന് വെച്ചാൽ ഈ അന്ത്യകാലഘട്ടത്തിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച നമ്മുടെ മേല് ഒരു ഇരട്ടി പുതപ്പിന്റെ അഭിഷേകം എലിയെന്ന് പ്രാപിച്ച പോലെ ഈ പകൽക്കാലം നമ്മൾ ആയിരിക്കുകയാണെങ്കിൽ ഒരു അസാധാരണമായ ദൈവ മഹത്വം ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവജനത്തിന്റെ മേല് ദൈവത്തിന് പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരാണോ സമർപ്പിക്കുന്നത്, ആരാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവരുടെ മേൽ ഒരു അധികാരം, ഒരു ദൈവിക അധികാരം, ഒരു അതോറിറ്റി കൈമാറ്റം ചെയ്ത് യേശുനാമത്തില് എന്റെ കയ്യിലിരിക്കുന്ന അഭിഷേകത്തിന്റെ കൈമാറ്റം എന്റെ കുഞ്ഞിലേക്ക്, അതിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ മുന്നമേ വിളിച്ചു വധിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാതിന് മുമ്പേ സ്വർഗം നമ്മളെ കണ്ടതിനെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. കണ്ണുണ്ടെങ്കിൽ കാണാത്ത, ചെവിയുണ്ടെങ്കിൽ കേൾക്കാത്ത, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത, കൈകൾ ചലിപ്പിക്കാത്ത, കാലുണ്ടെങ്കിൽ ചലിപ്പിക്കാത്ത ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലല്ല നമ്മൾ ഇരിക്കുന്നത്. ജീവനെ, നിത്യജീവനെ പ്രദാനം ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന നിലവാരത്തില് അപ്പൊ ദൈവജനത്തിന്റെ ഹൃദയത്തെ കഠിനമാകുന്ന സകല ചിന്തകളെ, സകല ഹൃദയ വിചാരങ്ങളെ യേശുവിന്റെ നാമത്തില് ഞങ്ങളെ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ സംബന്ധമായി അല്ലെ ഹെൽത്തിനെ ഹല്ലേലൂയ ബാധിക്കുന്ന സകല രോഗബന്ധന ശക്തികളെ, അതിന്റെ റൂട്ട് കോസുകളെ യേശുവിന്റെ നാമത്തില് ആ കാൽവരിയിലെ അടിപ്പിന്റെ ശക്തിയാല് അതിനെ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കരകളിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുവത്തിന്റെ കർത്താവിന് താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിന്റെ പിതാവേ, കനാൻ ദേശം കാണണമെന്ന് ആഗ്രഹിച്ച 2-3 വ്യക്തികളായിരുന്നു. 1 ഹല്ലേലൂയ അഹരോന്, 2 ഹല്ലേലൂയ മോശ, 3 യോശുവ. ഈ 2 പേർക്കും ഹല്ലേലൂയ കനാൻ ദേശം കാണാൻ പറ്റി. പക്ഷേ മോശ കാണാൻ പറ്റിയില്ല, അഹരോന് കാണാൻ പറ്റില്ല. മോശ പർവ്വതത്തിന് മുകളിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ യോശുവല്ലോ ഇത് കാണുകയും ചെയ്തു, ഇത് പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം, ഇത് ചില ദിവസങ്ങളിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കുന്ന പകൽക്കാലം യേശുവിന്റെ നാമത്തില് മുമ്പിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ മറിച്ചുകളെ നോക്കുന്ന ദുഷ്ട പൈശാചിക പോരിനെ ജയിക്കുന്ന ആത്മാവിന്റെ അധികാരം ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. നമ്മുടെ ചിന്തകൾ മാറ്റി, നമ്മുടെ വിചാരങ്ങൾ മാറ്റി ക്രിസ്തു
ക്രിസ്തു സെന്റേഡ് ആയിട്ട് ക്രൈസ്റ്റുമായിട്ട് ഓറിയന്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തെ സെറ്റ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ വണ്ടസിനകത്തേക്ക് ദൈവം കയറുവാന് ആഗ്രഹിക്കുന്ന നമ്മളിന്ന് അന്യഭാഷയിൽ 2-3 മിനിറ്റ് ടാങ്ക്സ് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധ എന്റെ മേൽ കർത്താവേ, വെള്ളത്തിന്മേല് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പോലെ ഒരു കോഴിമുട്ട അല്ലെ ഒരു കോഴിമുട്ടയുടെ മുകളിൽ ഇരുന്ന് 21 days അടയിരിക്കുന്ന പോലെ പരിശുദ്ധ ആത്മാവ് വെള്ളത്തിന്മേൽ പൊരുതിയിരുന്നത് പോലെ, വെള്ളത്തിന്മേൽ അടയിരുന്നത് പോലെ സ്വർഗത്തിലെ അപ്പന് എന്റെ കുടുംബത്തിനകത്ത് ഈ ദിവസം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഈ സെക്ഷനകത്ത് കർത്താവ് ചില പുതിയ ദൈവീയ മർമ്മങ്ങളെ അഹരോന്റെ വടി തളുത്തതുപോലെ അതിനകത്ത് നമ്മുടെ പേര് എഴുതി ചേർക്കത്തക്ക നിലവാരത്തില്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് എഴുതത്തക്ക നിലവാരത്തില് ഒരു അസാധാരണമായ ദൈവശക്തി അത് വ്യാപരിക്കുന്ന നിലവാരത്തില് എന്നെ ഉപയോഗിക്കണമെന്ന് എത്ര പ്രാർത്ഥിക്കും. 21 ദിവസം അല്ലറിയ ഒരു കോഴി മുട്ട ഇരിക്കണമെങ്കിൽ 21 days വേണം. അല്ലറിയ 20 ദിവസം ഒരു ഫാസ്റ്റിംഗ് 1 day ഫാസ്റ്റിംഗ്, ദൈവത്തോട് സകലതും മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം ഉപവസിക്കുക, കർത്താവിനോട് ചേർന്ന് വസിക്കുക, ദൈവത്തിന് ഇന്റിമസിൽ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഉപവാസത്തിനകത്ത് ഒരു അസാധാരണമായ ദൈവശക്തി പ്രാപിച്ച് എഴുന്നേക്കാം. ചുമ്മാ വെറുതെ ഉപവസിപ്പില്ല. അന്യായ ബന്ധനത്തെ അഴിക്കുവാൻ, ദുഃഖത്തിന്റെ അമിക്കറെ അഴിക്കുവാൻ, പീഡിതരെ സ്വതന്ത്രം വിട്ടയക്കുന്ന, അന്ധകാരത്തെ വെട്ടുന്ന, ആത്മാവിൽ പോരാടുന്ന അസാധാരണമായ ദൈവശക്തി പ്രാപിച്ച് ഇന്ന് എഴുന്നേൽക്കൂ. യേശുവിന്റെ നാമത്തില് അങ്ങനെ അതോറിറ്റി എന്റെ മേൽ കൈമാറണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചാണ് 2-3 മിനിറ്റുകള് അന്യഭാഷയില് ടങ്സ് പ്രയറില് നമ്മൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ച അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട് ഉത്സാഹത്തിൽ Holy Spirit connect ആകട്ടെ. ഹെൽത്തുകൾ റിസ്റ്റോർ ആകുന്നു. യേശുനാമത്തിലെ വാക്ചതങ്ങൾ റിസ്റ്റോർ ആക്കുന്നു. ലൈഫ് യേശുവിന്റെ നാമത്തില് ചില കുടുംബത്തിന്റെ മേല, ചില വ്യക്തികളുടെ മേല ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഇറങ്ങുന്ന അസാധാരണമായ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്റെ മാറ്റി വീഡിയോയിൽ വരാൻ പറ്റുന്നവര് വീഡിയോയിൽ കടന്നു വരിക. യേശുവിന്റെ നാമത്തിൽ സജി ദേവിഡ് അസാധാരണമായ ചില നിയോഗങ്ങളിലേക്ക് ദൈവം ഈ ദിവസം കയറ്റിവിടാൻ പോകുന്നു. പരിശുദ്ധന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവ മുമ്പിൽ സ്റ്റക്കായി പറയുന്നു ലോക്കായി കിടക്കുന്ന ചില വിഷയങ്ങളെ അൺലോക്ക് ആക്കാൻ പോകുന്നു. ചില ഡോറുകൾ ഓപ്പൺ ആക്കുന്നു. ജീസസ് ലോക്കായി കിടക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യേ ദൈവം ഡോറുകളെ ഓപ്പൺ ആക്കുന്നു. ജനമെല്ലാം സ്നാനമേറ്റു. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം തുറക്കും. പ്രാർത്ഥനയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഡോറുകൾ ഓപ്പണാകും. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് രോഗികൾ സൗഖ്യമാകും. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളെ മൂടിക്കിടക്കുന്ന അന്ധകാര ശക്തികളുടെ സ്വാധീന വലയങ്ങളെ, നെറ്റ്വർക്കുകളെ ദൈവം പൊളിക്കും. യേശുവിന്റെ നാമത്തില് ഈ ജനത്തിന്റെ മേല് ഒരഭിഷേകത്തിന്റെ ആത്മപകർച്ച ഈ പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കേണ്ട മറിയാമ്മ ഹല്ലേലൂയ ആന്റി അല്ലെ ഒരു റീസ്റ്റോറേഷൻ സംബന്ധമായിട്ട് ഒരു റീസ്റ്റോറേഷൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകമുള്ള
ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. അഭിഷേകത്താൽ ആരോഗ്യം പുതുക്കി വരും. അഭിഷേകത്താൽ അന്ധകാരത്തെ നമ്മൾ വെട്ടാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടു കൂടി പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയം ചെന്നപ്പോൾ ഞങ്ങളുടെ വെള്ളിയില്ല, വെള്ളി കാശില്ല, ഷെക്കേലില്ല, അതുപോലെ സ്വർണ്ണ കാശില്ല, ഷെക്കേലില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് എന്റെ മേൽ വ്യാപരിച്ച, എന്റെ മേൽ വ്യാപരിക്കുന്ന, എന്റെ മേൽ അധികാരപ്പെടുത്തിയ അഭിഷേകം യേശുവിൻ നാമത്തില് ഈ പ്ലാറ്റ്ഫോമിലെ കുടുംബങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്നു. ഒരു വലിയ റീസ്റ്റോറേഷൻ, ചില കിളിർക്കാത്തതിനെ കിളിർപ്പിക്കുന്ന ഒരു അഭിഷേകം സ്റ്റക്കായി നിൽക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ലോക്ക് ചെയ്ത് കിടക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം അൺലോക്ക് ചെയ്യുന്നു. യേശുവിൻ നാമത്തില് അത് ഓപ്പൺ ആകട്ടെ. പ്രാർത്ഥിച്ചാണ് അസാധാരണമായ ദൈവശക്തി ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവം പ്രദാനം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വായ് വിസ്താരം തുറക്കുക. ഞാൻ അതിനെ നിറയ്ക്കാം. സകലത്തെ നിറയ്ക്കുന്ന നിറവായ ദൈവസഭയ്ക്ക് അധികാരം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഇരിക്കുന്ന ദൈവസഭയുടെ പാർട്ട ഒരു ഭാഗമായിട്ടിരിക്കുന്നത്. ഇവിടെ ദൈവദാസന്മാര് ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും, അത് സംഭവിക്കും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉളവാക്കിയ കർത്താവെങ്കിൽ ചിലത് തുറന്നു വരും, ചില ഡോറുകൾ തുറക്കും, നന്മയുടെ വഴികൾ തുറക്കും, കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധ വിഷയങ്ങൾ തുറക്കും, ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കും. യേശുവിൻ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് വിഷയങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കരഞ്ഞും വിലപിക്കുന്ന അവസരങ്ങളെ മാറ്റി ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ആഘോഷം നീതിമാന്റെ കൂടരങ്ങളിൽ വസിക്കും. യേശുവിന്റെ നാമത്തില് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്റെ കൂടാരങ്ങൾ മേല് ഇന്ന് മുതൽ ഉണ്ടാകും. ഉണ്ടാകട്ടെ. കൽപ്പിക്കുക, കൽപ്പിക്കുക. നമ്മുടെ മേൽ അധികാരം ഇരിക്കുന്ന പത്രോസും യോഹന്നാനും ആത്മാവിൽ കൽപ്പിച്ചു. 42 വർഷം 40+ ഏജുള്ള ഒരുവന്റെ രോഗബന്ധന ശക്തിയെ തൊട്ടപ്പോൾ, അവന്റെ കരുത്തെ പിടിച്ചപ്പോൾ, നോക്കിയപ്പോൾ അധികാരം ചലിച്ചു. അങ്ങനെ അഭിഷേകം ചലിക്കും. നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളുടെ അഭിഷേകം ചലിക്കും. അല്ലയാ പൗലോസ് പൂഷിച്ചു നോക്കിയപ്പോൾ അവിടെ മേൽ വ്യാപരിച്ച ദുർഭൂതം, ദുരാത്മാവ് വിട്ടുപോയി. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുക. രോഗബന്ധന ശക്തി വിട്ടുമാറാൻ കൽപ്പിക്കുക. എന്റെ മേൽ കിടക്കുന്ന രോഗബന്ധന ശക്തി വിട്ടുമാറാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ടെൻഷൻസ്, ഡിപ്രഷനുകൾ ആത്മാവിൽ കൽപ്പിക്കുക. ആവശ്യം കൊണ്ടുന്ന ഭയങ്ങൾ കൽപ്പിക്കുക. ആവശ്യമില്ലാത്ത ഡിപ്രഷൻ കൊണ്ടിട്ട് രോഗം കർത്താവ് മൂർച്ഛിക്കത്തക്ക നിലവാരത്തിന് ഒരു രോഗമില്ലെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ഓ ഹല്ലേലൂയ. അടുത്ത ടെസ്റ്റ് രോഗം, ടെൻഷൻ, ഡിപ്രഷൻ, ഹല്ലേലൂയ. സകല സ്ട്രെസ്സുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ പകൽക്കാലം നീക്കി മാറട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് സ്വർഗ്ഗത്തിലെ അപ്പം പറയുന്നു, നിന്നെ കൊണ്ടേ കഴിയത്തുള്ളൂ, നിന്നെ കൊണ്ട് സാധ്യമാകുന്നു. കാരണം ഞാൻ നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുക, ഞാൻ നിന്റെ മേൽ അധികാരം തന്നിരിക്കുക. പരിശുദ്ധമായ അഭിഷേകം. ഇത് ശുദ്ധിയുള്ള ആദരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നത്, ഇത് ശുദ്ധിയുള്ള ആത്മാവ് തന്നതാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അശുദ്ധിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അൺക്ലീൻ സ്പിരിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. ദേശത്തിന്റെ അന്ധകാര ശക്തിക്ക് എന്റെ ഭവനത്തിന്റെ കോമ്പൗണ്ട് കയറുവാൻ അധികാരമില്ല. കാരണം ദൂതന്മാരുടെ പ്രൊട്ടക്ഷനകത്ത് എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വടക്കിനോട് തരിക, തെക്കിനോട് തടുക്കരുത്, കിഴക്കെന്ന് പടിഞ്ഞാറുന്നു തന്റെ ആത്മാക്കളെ വിട്ടയക്കാൻ അറിയിച്ചതുപോലെ. അപ്പൊ നിങ്ങളുടെ വടക്കും, നിങ്ങളുടെ ഭവനത്തിന്റെ വടക്കും, നിങ്ങളുടെ ഭവനത്തിന്റെ കിഴക്കും പടിഞ്ഞാറ് തെക്കും എല്ലാം യേശു തന്റെ ദൂതന്മാരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. യോവനിട്ട് വേലി കെട്ടി കാത്ത പോലെ സ്വർഗത്തിലെ അപ്പ ദൂതന്മാരെ നിങ്ങളുടെ മേല ഹല്ലേലൂയ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനെ പൊളിക്കുക, തകർക്കുവാനാ ഒരന്തകാശത്ത് കഴിയത്തില്ല. പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ലൂപ്പ് ഹോളിന് കയറി അറ്റാക്ക് ചെയ്യുക. യേശുവിന്റെ നാമത്തില് സകല ലൂപ്പ് ഹോളെ പിശാച് കവർന്നടിക്കാൻ നോക്കുന്ന സകല റൂട്ട് കോസുകളെ യേശുവിന്റെ നാമത്തില് ഞങ്ങളെ പഴുതടച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വാഗ്ദത്തത്തിലേക്ക് ജനം കയറാൻ പറ്റാതെ തന്റെ ജനത്തെ മുടിച്ചു കളയുന്ന ദുഷ്ട പൈശാചിക സ്വാധീനങ്ങള്, ദേശത്തിന്റെ പോരുകള്, ദേശത്തിന്റെ സ്വാധീന മണ്ഡലങ്ങള്, പതിരിപ്പ് ശക്തികള്, മ്ലേച്ഛവിഗ്രഹങ്ങളുടെ ശക്തികള്, യേശുവിന്റെ നാമത്തില് സകല നാലാ വേദ കെട്ടുകള്, സകല കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം ചലിക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സോദരം യെശയ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്നാൽ ഇഷയുടെ കുച്ചിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവയുടെ ഈ ഭക്തിയുടെ ആത്മാവ് തന്നെ. ശ്രദ്ധിക്കണേ,
പരിശുദ്ധാത്മാവിന്റെ ഒരു ക്വാളിറ്റി പറയുക. ഈ ആത്മാവിന്റെ ഈ അഭിഷേകം വ്യാപരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് മൊത്തം ചേഞ്ച് ആകും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയുന്നു, എന്നാൽ ഈശോയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഹല്ലേലൂയ ഫലം കായ്ക്കും. യേശുനാമത്തില് അതായത് നമ്മൾക്ക് ആത്മാവിന്റെ ഫലങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാ. ഉറങ്ങിയും മയങ്ങിയും ഒരു സ്ഥലത്തിരിക്കാതെ കർത്താവിന് വേണ്ടി ധീരസേന പതിയാക്കി മാറ്റുവാൻ ഒരു ദേശത്ത് ഒരാളെ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ദേശത്തിന്റെ കാവൽക്കാര്. ഞാൻ ഈ കുവൈറ്റിന്റെ അകത്ത് എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുവൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ഇവിടുത്തെ ഭരണകർത്താക്കളെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അത് സ്വസ്ഥതയും സാവധാനമുള്ള ഉചിതമാർഗം നമ്മൾ കടിക്കുന്ന ദേശത്തിന്റെ രാജാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് വേണ്ടി പറയുന്ന പോലെ നമ്മൾ നിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ US-ലാണെങ്കിൽ, നിങ്ങൾ കേരളത്തിലാണെങ്കിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളാണെങ്കിൽ, ജില്ലയിലാണെങ്കിൽ, പഞ്ചായത്തിലാകാം. പക്ഷെ നിങ്ങളായിരിക്കുന്ന ദേശത്തിന്റെ കാവൽക്കാരാണ് നമ്മൾ. അന്നേരം ആ ദേശത്തിന്റെ മേൽ വാഴുന്ന അന്ധകാരത്തെ വെട്ടണമെങ്കിൽ, നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേൽ അഭിഷേകം ആവശ്യമാണ്, അധികാരം ആവശ്യമാണ്. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ അന്ധകാരത്തെ വെട്ടാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തില് ഇന്ന് ആ അറ്റ്മോസ്ഫിയറിലേക്ക്, ആ അഭിഷേകത്തിലേക്ക് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാം പ്രാർത്ഥനയിലേക്ക് വചനത്തിലേക്ക് കടക്കാൻ ഞാൻ ഏകദേശം 45 മിനിറ്റ്സ് എടുക്കും. ആ 45 മിനിറ്റ്സ് എടുത്ത് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. സ്വന്തം ഹല്ലേലൂയ. എന്നാൽ ഈശോയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടും, ഹല്ലേലൂയ, അവന്റെ വേരുകളിൽ നിന്ന് കൊമ്പ് ഹല്ലേലൂയ ഫലം കായ്ക്കും. യേശുവിന്റെ നാമത്തില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പല വർഷങ്ങളായിരിക്കും നമ്മൾ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു, ഒന്ന് കിട്ടിയവൻ ഒന്ന് കുഴിച്ചിട്ടു, 2 കിട്ടിയവൻ 4 താലന്താക്കി, 5 കിട്ടിയ 10 ആക്കി. എന്തെങ്കിലും താലന്തിനെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവരാത്രി നമ്മൾ അതിന് ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അഭിഷേകമുണ്ടോ? നമ്മൾ അഭിഷേകത്തിൽ കയറുവാണെങ്കിൽ നമ്മൾ ഫലം പുറപ്പെടുവിതരാക്കി മാറ്റും. അഭിഷേകം കാര്യങ്ങളെ തിരിക്കും. അഭിഷേകം നമ്മുടെ അവസ്ഥകളെ മാറ്റും. പ്രയർ ചേഞ്ചസ്, പ്രയർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വൈഡർ ചേഞ്ചസ് നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകും. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന നെഗറ്റീവ് സ്പിരിറ്റുകൾ ദൈവം നീക്കി മാറ്റും. അഭിഷേകം ചലിക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ ഡിവൈൻ ക്യാരക്ടറിലേക്ക്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് വില്ലിൽ നിന്ന് ഒരു പെർസീവ് വില്ലിൽ നിന്ന് ഒരു പെർഫെക്റ്റ് വില്ലിലേക്ക്, ഒരു പെർമിസീവ് വില്ലിൽ നിന്ന് ഒരു പെർഫെക്റ്റ് വില്ലിലേക്ക്, ഒരു എക്സലന്റ് ലെവലിലേക്ക് ദൈവം നമ്മളെ മാറ്റും. ചേഞ്ച് ഒരു വലിയ ട്രാൻസ്ഫർ ശ്രദ്ധിക്കണേ. നമുക്കറിയാം പൗലോസിന്റെ ജീവിതം അറിയാം. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച, യേശുവിന് വരെ ദോഷം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് 3 സ്കോളേഴ്സ് ഉള്ള ഗമാലിയന്റെ പാതപിടത്തിരുത്ത് പഠിച്ച ശൗൽ എന്ന് പറയുന്ന പൗലോസ് ഒരുവന്റെ ലൈഫിനെ മാറ്റിയത് ദൈവത്തിന്റെ കൈവെപ്പ, ഒരു അഭിഷേകത്തിന്റെ പകർച്ചയ. ഒരു അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ അവന്റെ ലൈഫിനെ തിരിച്ചു. അങ്ങനെയെങ്കിൽ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഇന്ന് എന്നെ ദൈവം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ചില വ്യക്തികളെ ട്രാൻസ്ഫോം ചെയ്ത് ദൈവ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്ന ആത്മഭാരമുള്ള പൗലോസിനെ പോലെ ആത്മഭാരമുള്ള അഭിഷേകത്തിൽ ചലിക്കുന്ന ചില പൗലോസുമാരെ, ചില തീമോത്തിയോസുമാരെ, ചില തീത്തോസുമാരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവത്തെ വിളിച്ചേക്കുന്നത്. യേശു ചില ഫേമമാരെ, ചില അഖില്ലാസ്മാരെ, ചില പ്രിസ്കില്ലമാരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടിരിക്കുക. ദൈവം ചില അസാധാരണമായ ദൈവ പ്രവൃത്തികൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ചെയ്യും. ആമേൻ. സഹോദരൻ ശ്രദ്ധിക്കണേ. അല്ലയോ, അവിടെ പറയുന്നു, അവന്റെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെ ആത്മാവ്. അന്നേരം ഈ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ചേഞ്ചസ് ആണ്, ആ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ പരിശുദ്ധന്റെ ക്വാളിറ്റി എന്താ പറയുന്നത്? ഇത് ജ്ഞാനത്തിന്റെ ആത്മാവ്, ഇത് വിവേകത്തിന്റെ ആത്മാവ്, ഇത് ആലോചനയുടെ ആത്മാവ്, ഇത് ബലത്തിന്റെ ആത്മാവ്, ഇത് പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ഇത് യഹോവഭക്തിയുടെ ആത്മാവ്. എന്ന് വെച്ചാൽ യഥാർത്ഥ ഒരു റിയൽ പെന്റക്കോസ്റ്റ് ബിലീവർ ആണെങ്കിൽ ഈ ക്വാളിറ്റിയിലേക്ക് ദൈവം തിരിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ക്വാളിറ്റിയിലേക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് പ്രഭാതകാലം സമർപ്പിച്ച കർത്താവേ, എന്റെ മേൽ ആ ആത്മാവിനെ ആവസിക്കുവാൻ, എന്റെ മേലൊന്ന് പൊരുതിയിരിക്കുവാന് ദൈവം സഹായിക്കണമേ. ശ്രദ്ധിക്കണേ. ഒരു കോഴിക്കുഞ്ഞിനെ 21 ദിവസം ആ പെടക്കോഴി മുട്ട വെച്ച്, അതായത് തവിട് പൊടിയൊക്കെ ഇട്ട് മുട്ട വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് പൊരുതിയിരിക്കും. 14 ദിവസത്തെ ആഹാരം കഴിക്കത്തില്ല. ഒരു ഫാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയുവാണ്, 14 ദിവസത്തെ ഒന്നും കഴിക്കത്തില്ല. ശ്രദ്ധിക്കണേ, 14 ദിവസം കഴിക്കത്തില്ല. അത് 14 ദിവസം കഴിയുമ്പോഴേ ഇത് ജസ്റ്റ് തള്ളക്കോഴി ജസ്റ്റ് പുറത്തിറങ്ങും. പക്ഷെ മുട്ടത്തോട് പൊട്ടി വിരിഞ്ഞു വരത്തില്ല. അന്നേരം ഒന്നും ചിലപ്പോൾ വരും, ചിലത് വരത്തില്ല. പക്ഷെ ഒരു 19 ഡേയ്സ് 20 ഡേയ്സ് ആകാതെ ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരത്തില്ല. പക്ഷെ ശ്രദ്ധിക്കണേ, ഇത്
ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇതിനകത്തോട്ട് കോഴി വീണ്ടും കയറി ചൂട് പകർന്നു കൊടുക്കുമ്പോണ്ടല്ലോ ഈ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരും. കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുമ്പോണ്ടല്ലോ ഹല്ലേലൂയ, 2.5 കിലോ കോഴി ഉണ്ടായിരുന്ന കോഴിക്കുഞ്ഞ് തള്ളക്കോഴി അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് 21 ഡേയ്സ് ഇരുന്ന് കഴിയുമ്പോണ്ടല്ലോ കോഴിയുടെ ഒരു 3/4 കിലോ കുറയും, വെയിറ്റ് ലോസ് ആവും. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ഈ വെയിറ്റ് ലോസ് ആയി കഴിയുമ്പോണ്ടല്ലോ ഒരു മാതാവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ ആ മാതാവിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് ആ കുഞ്ഞ് പുറത്തുനിന്ന് കുഞ്ഞിന്റെ ഫേസ് കാണാൻ. അതുവരെയുള്ള അതിനു മുമ്പേ എന്തൊക്കെ വേദന ആ മാതാവ് സഹിക്കുമോ ആ വേദന സഹിച്ച് ആ വിശുദ്ധ ഒരു പ്രത്യാശയുണ്ട്. എനിക്ക് ഒരു പുതിയ വാഗ്ദത്തം കാണാൻ പോവാ, എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ. ഹല്ലേലൂയ. പക്ഷെ ആ അമ്മയുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര വാഞ്ചയ പ്രത്യാശ എന്ന് വെച്ചാല് അതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങളെ ഒരു വാഞ്ച, ഉള്ളൊരു വെപ്രാളം, ഉള്ളൊരു തീഷ്ണത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ആ 19ാമത്തെ ദിവസം കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ പുറത്തു വരും, ചിലതാണ് മുട്ട പൊട്ടിക്കും, അതിനെ കൊത്തി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നോക്കും. ശ്രദ്ധിക്കണേ, ഈ കോഴിക്കുഞ്ഞൊക്കെ പുറത്തു വരുമ്പോ ഉണ്ടല്ലോ ഉപവസിച്ച് പ്രാർത്ഥിച്ച് യേശു 40 ദിവസം കഴിഞ്ഞപ്പോൾ നേരെ പോയ പരീക്ഷാ കാലഘട്ടത്തിലേക്ക്. എന്ന് വെച്ചാൽ ഉപവാസം കഴിഞ്ഞാല് പിറ്റേ ദിവസം പരീക്ഷകൾ തുടങ്ങുമെന്ന് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാല് പിശാച് പറഞ്ഞു നീ ഈ കല്ലപ്പോവാൻ പറഞ്ഞു. യേശു പറഞ്ഞു മനുഷ്യൻ കല്ലുകൊണ്ട് ഈ ഭൗതികമായ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ വരുന്ന വചനം കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു കുറെ കോൺട്രാക്ഷൻ ഉണ്ടല്ലോ. എന്ന് ഉപവാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുന്നു അന്ന് ശക്തമായ പ്രതിഫലം കടന്നു. ശ്രദ്ധിക്കണേ, ഈ കോഴിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ കഴുകന്മാരും പരുന്തൊക്കെ ഉണ്ടല്ലോ കയറി വരാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, 21 ദിവസം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോഴല്ലോ ഒരിക്കലും കാണാത്ത ശത്രുക്കള്, ഒരിക്കലും ഇതുവരെ കടന്നു വരാത്ത പ്രതികൂലങ്ങള്, പ്രതിസന്ധികളൊക്കെ കടന്നു വരാം. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ ഭാരപ്പെടരുത്. പക്ഷെ ഉണ്ടല്ലോ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ യഹോവയെ കാത്തിരിക്കുന്നല്ലോ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറി പറക്കുന്ന അന്ധകാര ശക്തി കയറി വരാം, ഇഴയുന്ന ശക്തി കയറി വന്നു. ഈ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വേണ്ടി പറക്കുന്ന ഒരു അന്ധകാര ശക്തി വന്നു. അതിൽ പരുന്ത് വന്ന് കഴിയുമെന്ന് വെച്ചിട്ടല്ലോ ഈ 2.5 കിലോ വെയിറ്റ് ഉള്ള കോഴി ഒരു 3/4 കിലോ കുറച്ച് വെയിറ്റ് ലോസ് ആയി അവൻ പറക്കാൻ പഠിച്ചു. അന്ന് പരുന്തിനെ കൊത്താൻ വേണ്ടി കോഴി പറന്നു, തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി പറന്നു. ഈ ഉപവാസം വെറും ഉപവാസമല്ല, ചില അന്ധകാരത്തിലെ വെട്ടുവാൻ, പറക്കുന്ന ശക്തികളെ തകർക്കുവാൻ, ഇഴഞ്ഞു വരുന്ന ശക്തിയെ തകർക്കുവാൻ, മറഞ്ഞിരിക്കുന്ന ശക്തിയെ തകർക്കുന്ന ഒരു ഉപവാസമാണ്. യേശുവിന്റെ നാമത്തില് ഏത് ശക്തി ആകാശത്തിലൂടെ പറന്നു വന്നാലും, ഏത് ശക്തിയിൽ ഇഴഞ്ഞു വന്നാലും, ഏത് ശക്തി പിന്നിൽ നിന്ന് വ്യാപരിച്ചാലും ആ അന്ധകാരത്തെ വെട്ടുന്ന ഒരു അഭിഷേകമാണ് ഇന്ന് ഉപവാസത്തിനകത്ത് ദൈവം തരുന്നത്. ഒരു കോഴിക്കുഞ്ഞ് തന്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പരുന്ന് വരുമ്പോൾ അത്രയും ദിവസം ഇരുന്ന് പൊരുതിയിരുന്നതിന്റെ പിന്നില് ദൈവത്തിന് പ്രവൃത്തിയുണ്ട്. ചില വെയിറ്റുകൾ ലോസ് ആക്കുമ്പോൾ ആലോചിച്ചു, ഒരു അഭിഷേകത്തിന്റെ നിറവ് നിന്നിലേക്ക് പകരാൻ വേണ്ടിയാണ് ഉപവസിക്കുന്ന പ്രാർത്ഥന. വെറുതെ അല്ല, നമ്മുടെ വെയിറ്റ് അധികമായ ഫാറ്റുകളും അധികമായതെല്ലാം സ്ഥലത്ത് പോയി കഴിയുമ്പോഴല്ലോ നമ്മളുണ്ടല്ലോ ദൈവമായിട്ടുള്ള കലയിൽ ദൈവമായിട്ടുണ്ടല്ലോ ഒരു ഇന്റിമസി കയറി കഴിയുമ്പോഴല്ലോ ഒരു അസാധാരണമായ ദൈവശക്തി പ്രാപിക്കും. അതാണ് യെശയ്യാ പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു. പക്ഷേ ഉണ്ടല്ലോ ഉപവസിക്കാത്തിനും പ്രാർത്ഥിക്കാത്തിനും തളർന്ന് ക്ഷീണിച്ചു പോകുമ്പോണ്ടല്ലോ യുദ്ധം വന്ന പ്രശ്നമില്ല, അല്ലെ പ്രതികൂല ബോംബിട്ട പ്രശ്നമല്ല, മിസൈൽ വന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ ഡ്രോൺ വന്ന പ്രശ്നമില്ല. പക്ഷെ ഇതിനെ കവർ ചെയ്യുന്ന ഒരു അഭിഷേകം എന്റെ മേൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. എവിടൊക്കെ വചനം പറയുന്നുണ്ടോ അവിടെ വചനം വ്യാപരിക്കും, വചനം പരക്കും, വചനം പ്രബലപ്പെടും, വചനം ശക്തിപ്പെടും. ആരൊക്കെ വചനം കേൾക്കുന്നുണ്ടോ ഒറ്റ വാക്കായിരിക്കാം, അഹരോന്റെ വടി തളിർക്കും. യേശുനാമത്തില് എന്റെ വാഗ്ദത്തം തളിർക്കും, എന്റെ വാഗ്ദത്തം പൂക്കും, എന്റെ വാഗ്ദത്തത്തിന് മേൽ ഫലം ഞാൻ പ്രാപിക്കും പറയണം. യേശുവിന്റെ നാമത്തില് ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടത് കമ്പയർ ചെയ്യണം, നിങ്ങളുമായിട്ടത് ക്രോസ് ചെയ്യണം. യേശുവിന്റെ നാമത്തില് എല്ലാ തടസ്സങ്ങളും മാറി എന്റെ വാഗ്ദത്തത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന സീസണാണ്, ഒരു സീസണാണ് എന്റെ പിശാച് വെച്ച സീസണ്. യേശുവിന്റെ നാമത്തില് ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് പിശാച് വെച്ച സീസണ് യേശു നാമത്തിലെ പിശാചെ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ് പറ. സാത്താനെ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. സാത്താനോട് പറ യേശുവിന്റെ നാമത്തില് സാത്താൻ എന്റെ വീട്ടിനകത്തോ, എന്റെ തലമുറയ്ക്കകത്തോ, എന്റെ വാഗ്ദത്തങ്ങൾക്കകത്തോ, എന്റെ സ്പിരിച്വൽ ലൈഫിനകത്തോ, എന്റെ മിനിസ്ട്രിക്കകത്തോ സാത്താൻ നിനക്ക് അധികാരമില്ല. യേശുവിന്റെ നാമത്തില് നീ പുറത്തു പോ പറ. ആത്മാ കൽപ്പിക്ക്. എന്തെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ, അന്യായമായി കേറിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിച്ചാണ്. അഭിഷേകത്തിന് തടസ്സമായി, ശുശ്രൂഷയ്ക്ക് തടസ്സമായി, മുന്നിലുള്ള വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് എവിടെയാണോ അല്ലെങ്കിൽ തടസ്സങ്ങൾ വ്യാപരിക്കുന്നത് യേശുവിന്റെ നാമത്തില് അത് നീങ്ങി മാറുവാന് ആത്മാവിൽ കൽപ്പിച്ചാണ്. ശബാരകന പ്രബല ചുടമന്ന ദിഗനഗനഗതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ കൃപ.
നമുക്കൊരു വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, അവിടെ ഒരു വിഷയമുണ്ട്. നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശക്തി പ്രാപിക്കണം. നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ, വചനം പറയണമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധ ശക്തി പ്രാപിക്കണം. അവിടെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളെ സാക്ഷികളാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ഭൂമിയിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു. ഒരിക്കലും അല്ല ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് ഒരു വാക്ക് പറയുവാനോ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനോ രോഗബന്ധനങ്ങൾ ശാസിക്കുവാനോ ഭൂതങ്ങളെ മേൽ ശാസിക്കുവാനോ അന്ധകാരത്തെ ശാസിക്കുവാനോ ഒരു അധികാരമില്ലാത്ത മനുഷ്യനെ ദൈവം എന്നെ ഒരു മാനപാത്രമാക്കി മാറ്റി. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കളിമണ്ണിനകത്തുനിന്നുണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് അഴുക്കുണ്ടായിരുന്നു, ഒരുപാട് കല്ലും മുള്ളും ഉണ്ടായിരുന്നു, ഒരുപാട് പറക്കാരെ ഉണ്ടായിരുന്നു, ഒരുപാട് കർത്താവെ ദൈവത്തിന് അല്ല ഹിതമായ വിധത്തില് അതേ പ്രൊഡക്റ്റായി പുറത്തു വരാൻ വേണ്ടി ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ ഞാൻ പുറത്തു വന്നത്. 17 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ഈ 17 വർഷത്തിനകത്ത് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അതിനകത്ത് പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട്, ഒറ്റപ്പെടലുണ്ട്, നിന്ദകളുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധിയുണ്ട്, കടഭാരമുണ്ട്, എല്ലാം കയറി വരും. ഏത് മേഖല എവിടെയൊക്കെ പിശാച് നമ്മളെ കിട്ട് ലൂപ്പ് ഹോളിൽ അടിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കയറി അടിക്കും. അടിച്ചിട്ട് ഒരു രക്ഷയില്ലാത്തപ്പോഴാണ് പിന്നെ പിശാച് നമ്മളെ വിട്ടുപോകുന്നത്. ശ്രദ്ധിക്കണേ. പ്രൈസ് ലോർഡ്. അവിടെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്താണ്? നമ്മൾ ഒരു സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധന്റെ നിറവിലല്ല നമുക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ല. ബ്രദറൻകാർക്ക് പറയാം, വചനം വായിക്കാം, പറയാം, ഓക്കെ. പക്ഷേ ആത്മാവിന്റെ നിറവെന്ന് വെച്ചാൽ ആത്മാവിന്റെ നിറവിൽ പറയാത്ത ഒരു കാര്യത്തിനകത്തും ഒരു ദൈവശക്തിയും കാണത്തില്ല. ആർക്കും പ്രസംഗിക്കാം വചനം, നോ പ്രോബ്ലം, ആർക്കും പ്രസംഗിക്കാം. പക്ഷേ പരിശുദ്ധന്റെ നിറവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അറിയാം ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ സെൻസ് ചെയ്യാൻ നമുക്ക് പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ എന്റെ മേൽ തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ അപ്പന്റെ സന്നിധിയിൽ കർത്താവിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് ദൈവ സന്നിധിയിൽ ഇതുവരെ കർത്താവെ ഹല്ലേലൂയ ആ പരിശുദ്ധ നിറവിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ റലത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല. അപ്പ എന്നെ ഒന്ന് കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ മേല് ആരാണോ സമർപ്പിക്കുന്നത്, ആരാണോ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, ആ നിലകളിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കും. ആ നിലകളിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കും. ശാല റബന പ്രബല ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ അന്ത്യകാല സീസണാണ്. ഈ സീസണകത്ത് നമ്മൾ സമർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ, സത്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ വേർപാടോടെ നമ്മൾ ഒരുക്കത്തോടെ നിന്നില്ല എങ്കിലുണ്ടല്ലോ നമുക്ക് അല്ലെ നിത്യതയിൽ കടക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഒരു സാധാരണ പെന്തക്കോസ്റ്റ് പ്രയർ കൊണ്ടോ ഒരു സാധാരണ ഉപവാസം കൊണ്ട് മാത്രമോ ഈ ലോകത്തിലെ അന്ധകാരത്തെ ജയിച്ച് നമുക്ക് അല്ലെ നിത്യതയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി അഭിഷേകം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ വിളിയിലേക്ക് എഫേസ്യർക്കെതിരെ പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുക. അവന്റെ വിളിയാലുള്ള ആശ, ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിളിയിലേക്ക്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മടങ്ങി വന്നില്ല എങ്കിൽ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ റലത്തിലേക്ക് നിത്യത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വഴിയിൽ പതിരിക്കുന്ന ശക്തികളുണ്ടാകാം, വാഗ്ദത്തങ്ങളെ തകർക്കുന്ന അന്ധകാരത്തിലുണ്ടാകും. പക്ഷേ ഈ വഴിയിൽ പതിരിക്കുന്നതായിരിക്കും. ഏത് പതിയിരിപ്പ് ശക്തിയാണെങ്കിലും അഭിഷേകം പ്രാപിച്ച വ്യക്തിയുടെ മുമ്പിൽ ഒരു പതിയിരിപ്പും നിൽക്കത്തില്ല, അതിന് നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ദൈവം രാജാതി രാജാവാ, സർവ്വ ലോകത്തെ ഉണ്ടാക്കിയ ദൈവമാ, അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ, അവൻ നിത്യപിതാവാ. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാതി രാജാവ്, ഹീസ് ദ കിങ് ഓഫ് കിങ്. അതുകൊണ്ട് ആ രാജാവിനെ ഒതുക്കുവാൻ, ആ രാജാവിന്റെ മക്കളെ ഒതുക്കുവാൻ ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോ ഈ ഭൂമിയുടെ സ്വാധീന വലയ ശക്തിക്കോ ഒരു രൂപ വിഗ്രഹത്തിനോ ഒരു അന്ധകാര ശക്തിക്കോ ഒരു എതിർ പ്രാർത്ഥനയ്ക്കോ ഒരു യഥാർത്ഥ ഭക്തനെ തളയ്ക്കുവാനോ ഒരു യഥാർത്ഥ ഭക്തനെ നശിപ്പിക്കുവാനോ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം നമ്മൾ വി ആർ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ. നമ്മൾ കർത്താവിന്റെ മക്കളാ, നമ്മൾ കർത്താവിന്റെ പ്രിയ മക്കളാ.
നമ്മൾ നമ്മളെ യേശുപ്പായുടെ പ്രിയ മക്കള്. അതുകൊണ്ട് പ്രിയ മക്കൾക്ക് ഒരു ആപത്തോ ഒരനർത്ഥോ സംഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിശാച് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ കുറവുകൊണ്ട്, നമ്മുടെ അഭിഷേകത്തിലുള്ള കുറവുകൊണ്ട് ഏത് സമയം അറ്റാക്ക് വരാം, ഫേസ് ചെയ്യാം. പക്ഷെ ഈ ദിവസത്തെ പൈസ പറയുന്നു, പുതിയ ശക്തി പ്രാപിക്കുക, പുതിയ ബലം പ്രാപിക്കുക, അഭിഷേകത്തോട് നിൽക്കുക. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണേ. അതായത് ഹല്ലേലൂയ, വാഗ്ദത്ത കാണാൻ വേണ്ടി ആദ്യമായിട്ട് പറഞ്ഞത് അഹരോനായിരുന്നു. അഹരോൻ കണ്ടില്ല, മോശയും കണ്ടില്ല, മോശ പർവ്വതത്തിനെ കണ്ടുള്ളൂ. പക്ഷെ ഒരുവൻ ഹല്ലേലൂയ ആ ദേശം കണ്ടു, ആ ദേശം കീഴടക്കി. എന്നുവെച്ചാല് നമ്മുടെ മേലുള്ള വിളി. യോശുവ മോശയോട് ചേർന്ന് നടന്നു, യോശുവ മോശയോട് ചേർന്ന് നിന്നു. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയില് ദൈവത്തോട് ചേർന്ന് നിന്നാല് ചില എക്സ്ട്രാ ബോണസുകൾ, ചില എക്സ്ട്രാ വാഗ്ദത്തങ്ങൾ നമ്മുടെ കാര്യത്തിലേക്ക് ദൈവം എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പകൽക്കാലം ശ്രദ്ധിക്കണേ, നമ്മള് യേശുവിന്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധന്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞുണ്ടല്ലോ, നമ്മളുണ്ടല്ലോ യേശുവിന്റെ സാക്ഷികളാകും. അവിടെ അതാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, എല്ലായിടത്തും, ശമര്യയിൽ, ഭൂമിയുടെ അടുത്തുള്ള എന്റെ സാക്ഷികളാകും. എന്ന് വെച്ചാല് നമ്മൾ ദൈവസന്നിധിയില് ദൈവത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാല് നമ്മൾ പോകുന്നിടത്തല്ല ദൈവത്തിന്റെ സാക്ഷികളാകും. നമ്മുടെ മേൽ കിടക്കുന്ന വെളി അത് വെളിപ്പെട്ട് വരും. രണ്ടാമത് പറയുന്നു ഹല്ലേലൂയ, അതായത് അഭിഷേകത്തിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ നമ്മള് അന്യ ഭാഷയിൽ സംസാരിക്കും. അതായത് ഹല്ലേലൂയ, നമ്മള് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ, പൗലോസ് ആണ് എഫെസോസിൽ എത്തുന്ന ഒരു അധ്യായമാണ് 19-ാം അധ്യായം. അവിടെ പറയുന്നു, അപ്പൊല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളോട് സഞ്ചരിച്ച എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ ഹല്ലേലൂയ എന്ന് അവരോട് ചോദിച്ചാല്, പരിശുദ്ധം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല, കേട്ടിട്ടില്ലെന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവനോട് ചോദിച്ചത്. യോഹന്നാന്റെ സ്നാനം എന്ന് പറഞ്ഞു. അതിന് പൗലോസ് പറയുകയാണ്, യോഹന്നാൻ മാനസാന്തര സ്നാനം മാത്രമേ കഴിപ്പിച്ചത്, തന്റെ പിന്നാലെ വരുന്നവനായ യേശു വിശ്വസിക്കുകയാണ് എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവ് യേശുവിന്റെ നാമത്തില് സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിക്കണേ, ഈ പൗലോസിന്റെ എൻകൗണ്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ 12 ശിഷ്യന്മാർ നോക്കുമ്പോൾ യേശുവിന്റെ കൂടെ നടന്ന് അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളായിരുന്നു യേശുവിന്റെ കൂടെയുള്ള 12 ശിഷ്യന്മാർ. പക്ഷെ പൗലോസ് അങ്ങനല്ല. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരൊറ്റ എൻകൗണ്ടറിനകത്ത് പാരമ്പര്യത്തിന്റെ ചിതമ്പലുകളെ കണ്ണിൽ നിന്ന് അടർത്തിക്കളഞ്ഞ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. പരിശുദ്ധാത്മാവ് കർത്താവേ അവന്റെ മേൽ വന്നു. ശ്രദ്ധിക്കണേ, ഒരു വലിയ ദൈവപ്രവൃത്തിയാ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനമെല്ലാം സ്നാനമേറ്റു. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. അല്ലെ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചെന്ന് പറഞ്ഞു. അതായത് ഒരുവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് 1 സ്വർഗം തുറന്നു, 2 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പുറത്തു വന്നു, 3 ദൈവശബ്ദം കേട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതകാല ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവശബ്ദം കേൾക്കുന്നത് ആ മക്കളാക്കി മാറുവാൻ എന്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. അതേ നിലവാരത്തിലേക്ക് വരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ സമർപ്പിച്ചു കൊടുക്കുക. അന്നേരം ഒന്നാമത്തെ കാര്യം, സ്വർഗം തുറക്കും. അല്ലല്ല, പ്രാർത്ഥനയില് അടഞ്ഞ ഗർഭവരത്തെ ദൈവം തുറക്കും. ഹന്നയുടെ പ്രാർത്ഥനയ്ക്കകത്ത് അടഞ്ഞ ഗർഭവരം തുറന്നു. അല്ലല്ലേ, സ്വന്തം കർത്താവേ, പരിശുദ്ധ അഭിഷേകം പ്രാപിച്ച എലിസബത്തിന്റെ മേല് ആത്മാവ് നിഴലിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. 1 അടഞ്ഞ ഗർഭപാത്രത്തെ ദൈവം തുറക്കും. ഹല്ലേലൂയ. ഏത് വാഗ്ദത്തമാണോ ശത്രു അടച്ച ദൈവം തുറക്കും. ശ്രദ്ധിക്കണേ, ഹന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം, ഒറ്റ വിഷയമേ ഉള്ളൂ. എനിക്ക് കുറച്ച് സമയമുള്ളൂ. ഞാനൊരു 15 മിനിറ്റുള്ളിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതേ സമയം ഇരിക്കാൻ ഒത്തിരി സമയമായിട്ട് ഇരിക്കുകയാണല്ലോ. ശ്രദ്ധിക്കണേ, ഹന്ന ദൈവത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹന്നയുടെ പ്രാർത്ഥന തലമുറ ഇല്ലാത്തത് കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, ഹന്നയുടെ പ്രാർത്ഥന വിഷയം എന്ന് വെച്ചാല്, അതായത് 1 അവളെ മുഷിപ്പിച്ചു പെനീന. 2 പക്ഷെ ഹസ്ബൻഡ് കൂടെ ചേർത്ത് നിർത്തും. പക്ഷെ അവക്കൊരു ഫംഗ്ഷന് പോകാനോ, ബന്ധുക്കൾ പോകുന്ന ഫംഗ്ഷനിൽ പോകാനോ, അല്ലെങ്കിൽ നാട്ടുകാർ കൂടുന്ന യോഗത്തിന് പോകാനോ ഒന്നും പുള്ളിക്കാരത്തേക്ക് പോകുമ്പോൾ കാരണം എന്തുവാ, തലമുറ ഇല്ല എന്നുള്ളൊരു വലിയ ഒരു ബാധ്യത അവിടെ ലൈഫിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഏലിപ്പുര കളിയാക്കുന്ന ഒരു വിഷയം, ആലയത്തിന് അടുത്ത ജനറേഷന് കൈമാറുവാന് ഒരു തലമുറയില്ല. കാരണം വിശുദ്ധ ഏലി പുരോഹിതന്റെ മക്കൾ ദൈവ കൃപ വിട്ട് മാറി, ദൈവ സാന്നിധ്യം വിട്ട് മാറി നിൽക്കുമ്പോൾ ആലയത്തിന് അടുത്ത ജനറേഷന് കൈമാറാൻ എന്തെങ്കിലും ഉണ്ടോ? പരിശോധന ചോദിക്കുന്നു. അല്ലയ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, ആദമേ വേറെ ഉണ്ടാവും, ആദമേ നീ എവിടാ?
അല്ല ഔവാമച്ചി കൊടുത്ത ജീവന്റെ ഫലത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അപ്പം കാണാൻ ഭംഗിയുള്ളതെന്ന് കണ്ടു, സൗന്ദര്യമുള്ളത് കണ്ടു, അവിടെ കണ്ണിനകത്ത് ആകർഷണം കൊണ്ടിട്ടു, ആഡിഷൻ കൊണ്ട് കയറ്റി, സർപ്പം അവളെ ഉപായത്തെ ചതിച്ചിട്ട് പുള്ളിക്കാരനെ കൂടെ കൊടുത്തു. പുള്ളിക്കാരനെ കഴിച്ചപ്പോ എന്തുണ്ട്? അവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ഈ ഭൂമിയിൽ വാഴുവാൻ സ്വർഗം സെറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ഈ സ്വർഗാദി സ്വർഗങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ സെറ്റ് ചെയ്ത സ്വർഗത്തിലെ അപ്പൻ അല്ലെങ്കിൽ രണ്ടുപേരെ ആക്കി വെച്ച സ്ഥാനത്ത് അവരുടെ ലൈഫില് ഒരു സർപ്പം കയറി വന്നിട്ട് മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. ആ പാപം മൂലം ആത്മീയ മരണം സംഭവിച്ചു. ഇന്ന് പലപ്പോഴും ആത്മീയ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക പല ബന്ധുക്കോസ് സഭയ്ക്കകത്തും. പക്ഷെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പോകരുത്. ഒരു മോഹം ഗർഭം ധരിക്കുക, അഡിക്ഷൻ കൊണ്ടിട്ട് കയറ്റി അവൾ അപ്പച്ചനെയും പുള്ളിയുടെ ഹസ്ബൻഡും കൂടി അതിലേക്ക് വലിച്ചിഴച്ചു. ശ്രദ്ധിക്കണേ, ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. പ്രലോഭനങ്ങൾക്കകത്ത് ദൈവിക അഭിഷേകം നഷ്ടപ്പെടാം. സ്വാധീന വലയങ്ങൾക്കകത്ത് ദൈവ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വിളിച്ച വിളിക്കകത്ത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ കൊണ്ടുപോയി തലവെക്കരുത്. നമ്മുടെ സംസാരം പോലും ലോക്കായി പോകും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവഹിതമല്ലാത്ത ഒരു കാര്യത്തിന് പോയി തല കൊണ്ട് വെക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരു 10 times ചിന്തിച്ചിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് കൈവെക്കാവൂ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ആത്മീയ ലോകത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. കാണുന്ന പ്രവാചകന്മാരെ എല്ലാം വിളിച്ചു കയറ്റി വീട്ടിൽ പ്രാർത്ഥിക്കരുത്. ചിലർക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് വല്ലാത്തൊരു ആത്മീയ ലോകമാണ്, വല്ലാത്തൊരു ആത്മീയ കാലമാണ്. അതുകൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോടെ പരിജ്ഞാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ശ്രദ്ധിക്കണേ. അതിന് സ്വാധീന വലയം വിട്ട് ഒരു വ്യക്തിയുടെ ലൈഫിനെ ഭൂമിയിൽ വാഴേണ്ട സ്വർഗാദി സ്വർഗങ്ങളെ മഹിമ ഭൂമിയിൽ കണ്ട് സന്തോഷിക്കേണ്ട ആദമിനോട് യഹോവയെ ദൈവം ഈവനിങ് സെക്ഷൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആദം നീ എവിടെയാ? ആദത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, ഉടുപ്പ് നഷ്ടപ്പെട്ടു പോയി, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ദൈവത്തിന്റെ അവൻ എങ്ങനെ അറിഞ്ഞ നഗ്നനെന്ന്? എപ്പം അഭിഷേകം നഷ്ടപ്പെട്ടു പോന്നോ അന്നേരം നമുക്കറിയാം സംഭവം പോയി, കൈവിട്ടു പോയി. ഹല്ലേലൂയ, സംഭവം കൈവിട്ട് പോകുന്ന ആരും അറിയത്തില്ല. ഹല്ലേലൂയ. യഹോവേ ദൈവം എന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞേ, ആദമേ നീ എവിടാ? അവന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി, അവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ, അതുപോലെയാണ് ഹല്ലേലൂയ ഏലി പുരോഹിതന്റെ മക്കളുടെ വിശുദ്ധ ലൈഫ് പോയി, നഷ്ടപ്പെട്ടു പോയി. അനി ആലത്തിൽ കയറാൻ പറ്റത്തില്ല, ദൈവം കയറ്റത്തുമില്ല. അശുദ്ധിയായവന്റെ വിശുദ്ധിയുള്ള സ്ഥലത്തേക്ക് ഒരിക്കലും അടുപ്പിക്കത്തില്ല. പക്ഷെ ആ ബേർഡൻ ഹന്ന എന്ന് പറയുന്ന ദാസിയുടെ മേൽ ദൈവം കൊടുത്തപ്പോൾ അവിടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ശ്യാമവേല് ദാൻ മുതൽ ബർഷ് വരെ ഒരു വിശ്വസ്ത പ്രവാചകനാക്കി മാറ്റി. ഒരമ്മയുടെ കണ്ണീരിനകത്ത് അഭിഷേകത്തെ ചലിപ്പിക്കുന്ന, പ്രവചനത്തെ ചലിപ്പിക്കുന്ന, രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന അധികാരമുള്ള ഒരു പുത്രനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇത് അഭിഷേകമാണ് ചലിപ്പിക്കുന്ന. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ തലമുറയെടുത്ത് പ്രാർത്ഥിച്ചാട്ട് തലമുറകൾ എവിടെയെങ്കിലും കുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ, തലമുറ എവിടെയെങ്കിലും കർത്താവ് ഏതെങ്കിലും ദിശയിൽ കുരുങ്ങി കിടക്കുകയാണെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചാട്ട് എന്റെ തലമുറകളെ അപ്പൊ ഇന്ന് റിലീസ് ചെയ്യണമേ. എന്റെ തലമുറ കിടക്കുന്ന വിളിക്കനുസരിച്ച് ഓടുവാൻ അവർ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഏത് സ്വാധീന നെറ്റ്വർക്ക് വലയത്തിനകത്താണെങ്കിലും കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടിരുന്ന അഭിഷേകം ഒരു അധികാരി പകൽക്കൽ കർത്താവേ എന്റെ മേലേക്ക് പകർന്ന് പ്രാർത്ഥിച്ചാട്ട് ഒരാലയത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ അവനെ ഹോവേട് അവൻ ആലയത്തോട് പറ്റി നിന്നു, അവൻ ദൈവത്തോട് പറ്റി നിന്നു. ആരൊക്കെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ അവിടെ എല്ലാം കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. യേശു നാമത്തില് ഈ മീറ്റിംഗിനകത്ത് കയറിയിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ലൈഫിനകത്ത് ഇന്ന് ഒരു വലിയ നിറവിന്റെ അഭിഷേകത്തിന്റെ നിറവിന്റെ ഒരു സീസണെ, ഒരു എറയെ ദൈവം തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് നിങ്ങൾ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നുണ്ടോ അതിന്റെ മധ്യ അഭിഷേകം കാര്യങ്ങളെ തീരുമാനിക്കും, അഭിഷേകം ചലിപ്പിക്കും, അഭിഷേകം ചലിപ്പിക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തില് ആ അഭിഷേകത്തിന്റെ മണ്ഡലം ഓപ്പൺ ആകട്ടെ. ദാവീദിന്റെ മൂത്ത സഹോദരന്മാർ 7 പേരായിരുന്നു. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. അതിന് സൈന്യാധിപന്മാരുണ്ടായിരുന്നു, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പക്ഷെ ഈ 7 എന്ന് വെച്ചാൽ പൂർണ്ണതയുള്ള സംഖ്യ. ഈ 7 പൂർണ്ണതയുള്ള സംഖ്യ. പക്ഷെ പൂർണ്ണതയുള്ള സംഖ്യ വിളിച്ചിട്ട് പറഞ്ഞു, ശമൂവേൽ പറഞ്ഞു, ഇനിയുണ്ടല്ലോ ആളെ വിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കുടുംബത്തിലെ അപ്പനും അമ്മയും ഹല്ലേലൂയ അവസാനത്തെ പുത്രനെ ഉപേക്ഷിച്ചവനെ കാട്ടി തള്ളിക്കളഞ്ഞു. ഇവനെ ഒന്നും കൊള്ളാത്ത തള്ളിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ആടുകളെ മേയ്ക്കാൻ വേണ്ടി, അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഒരുത്തനെ പുറത്താക്കി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഒരു കഴിവുമില്ല, ഒരു പരിഗണനയില്ല, ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ അഭിഷേകം. ശ്രദ്ധിക്കണേ,
ചില വ്യക്തികളുടെ മേൽ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, വിദ്യാഭ്യാസമില്ല, വിവരമില്ല, കാണാൻ സൗന്ദര്യമില്ല. പക്ഷേ ഒരു ദാവീദിനെ ദൈവം കണ്ടത് യേശുവിന്റെ നാമത്തില്. ഒരു ദാവീദിനെ അവനെ വിളിച്ച് പഴയ നിയമത്തിനകത്ത് രാജകീയ അഭിഷേകം ചെയ്ത ഒരേ ഒരു വ്യക്തി എന്ന് വെച്ചാൽ അത് ദാവീദ് മാത്രമാണ്. യേശുവിന്റെ നാമത്തില്. ഹാലലുയ. ശ്രദ്ധിക്കണേ, ശൗലിന്റെ മേൽ രാജകീയ അഭിഷേകമില്ല. ഹാലലുയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് ഈ പകൽകളിൽ സൂം പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന ദൈവമേ, ഇതൊരു സാധാരണ നിലവാരത്തിലല്ല ദൈവം പോകുന്നത്. നിങ്ങളുടെ തലമുറകളെ അഭിഷേകം ചെയ്യുന്ന ഒരു രാജകീയ അഭിഷേകത്തിൽ കയറ്റിവിടുന്ന ഒരു ദൈവ പ്രവൃത്തി പകൽക്കാലം വെളിപ്പെടാൻ പോകുന്നു. അല്ലെ, മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞ നിങ്ങളുടെ കുഞ്ഞ് സൗന്ദര്യമില്ല, കഴിവില്ല, പ്രാപ്തിയില്ല, വിദ്യാഭ്യാസം. പക്ഷേ ഒരു കാര്യം പറയാം, അഭിഷേകമുള്ളവനെ അല്ലെ ലോകത്തിന്റെ ഉന്നത സ്ഥലം എത്തിക്കുന്നത് അഭിഷേകമുള്ളവനാ. യോസഫ് നോക്ക്, രാജ്യത്തിന്റെ പരമാധികാരത്തിൽ എത്തിച്ചത് യോസഫിനെയാ. ഹല്ലേലൂയ. ദാവീദിന് മേൽ അടുത്തൊരു സെക്ഷൻ ഞാൻ പറയാം. ദാവീദിന് മേൽ കൊടുത്ത അഭിഷേകം പെട്ടെന്ന് രാജാവ് വേണ്ടിയില്ല, അവൻ വീണ്ടും കാട്ടിപ്പോയി. അവൻ ദൈവത്തെ പാടി കിന്നരം പാടി സ്തുതിച്ചു. 24 മണിക്കൂറും ഓരോ മൈക്രോസെക്കൻഡ് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദാവീദിന്റെ മേൽ ഈ അഭിഷേകം പകർന്നു. പിന്നെ ആരുടെ മേല ഈ അഭിഷേകം പകരുന്നത്? യേശുവിന്റെ നാമത്തില്. നിങ്ങൾ പ്രാർത്ഥന കർത്താവ് യേശു നാമത്തില്. അല്ലെ, ശ്രദ്ധിക്കണേ, സ്വന്തം സഹോദരങ്ങൾക്ക് അപ്പം അടയും കൊടുക്കാൻ വേണ്ടി പോയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. സ്വന്തം സഹോദരങ്ങളെ കാണാൻ ഒരു ഹോസ്പിറ്റാലിറ്റി ചെയ്യാൻ വേണ്ടി പോയതാ. അന്നേരം നാണിക്കുന്നത് ഗോലിയത്താണ്ടാ, അല്ലെ, വില്ലനെ പോലെ നിൽക്കുന്നു. അല്ലെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ജീവനുള്ള ദൈവത്തെ അല്ലെ നിന്ദിക്കുന്ന ഗോലിയാത്തിന് നേരെ ദാവീദ് ഹല്ലേലൂയ ഒരു കവണയും 5 കല്ലും ഇതിനകത്ത് ഒരു കല്ല് മാത്രമേ എടുത്തുള്ളൂ. ശ്രദ്ധിക്കണേ, അഭിഷേകമുള്ളവന്റെ കയ്യില് ഒരു തെറ്റാല് കിട്ടിയാലും ഒരു കല്ല് കിട്ടിയാലും ശരി കർത്താവേ, ഏത് നമ്മളെക്കാൾ അനാഖ്യമല്ലമാർ എഴുന്നേറ്റും ശരി, അഭിഷേകമുള്ളവന് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞുണ്ടല്ലോ, അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികള്, ആ കുടുംബത്തിനുമേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ തകർത്ത് കളയുന്ന അഭിഷേകം ദാവീദിന് മേൽ വ്യാപരിച്ചപ്പോൾ ഒരു ദേശത്തെ വെല്ലുവിളിച്ച അന്ധകാര ശക്തി, ഒരു രാജാവിനെ തകർക്കാൻ നോക്കിയ അന്ധകാര ശക്തി, ഒരു ദേശത്തെ മുഴുവൻ മുടിച്ചു മൂടാൻ നിൽക്കുന്ന അന്ധകാര ശക്തി അവന്റെ നെറ്റിത്തടത്തിലേക്ക് അല്ലെ ആഞ്ഞൊരു കല്ല് ഹല്ലേലൂയ അവന്റെ ഒറ്റ അല്ല അവന്റെ കല്ല് കവണയിലൂടെ പുറപ്പെട്ടു വന്നപ്പോൾ പുറകോട്ട് മലച്ചു വീഴേണ്ടവന് അല്ലെ ആരെയാണോ നിന്ദിച്ചത്, ജീവനുള്ള ദൈവത്തെ നിന്ദിച്ചവന് ദാവീദിന്റെ മുമ്പില് മുട്ടുമടക്കി യേശുവിന്റെ നാമത്തിലെ ഞാൻ പറയുന്നു, കുടുംബങ്ങൾക്കകത്ത് വ്യക്തികൾക്കകത്ത് ശത്രു വെല്ലുവിളിക്കുന്ന ചില വേളയില് നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന, നിങ്ങളുടെ തകർത്തു കളയുന്ന ഒരു അസാധാരണമായ അഭിഷേകം ഇന്ന് പകൽക്കാലം ചലിക്കുന്നു. ആരൊക്കെ നിന്നെ തകർത്ത് കളയാൻ നോക്കിയാലും, ആരൊക്കെ നിന്റെ കർത്താവ് ഒറ്റപ്പെടുത്താൻ നോക്കിയാലും അതിന്റെ മധ്യ പ്രവർത്തിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ശിംശോന്റെ മേല് പച്ചത്താടിയിലുകൊണ്ട് കുന്ന് രണ്ടുകൊണ്ട് തകർത്തൊരു അഭിഷേകം. ശിംശോന്റെ അഭിഷേകം ഇരിക്കുന്ന അവന്റെ അഭിഷേകത്തെ തകർത്തുകളെ വേണ്ടി ഒരു ദലീലക്കാരി ഒരു ദലീല സ്ത്രീ എഴുന്നേപ്പിച്ചു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, എത്ര വ്യാപാര ശക്തി ഉണ്ടെങ്കിലും പ്രശ്നം, യഹോവേ ഇന്ന് എനിക്കൊരു അവസരം തരണം. അവൻ പോയ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് എനിക്ക് ഇന്ന് നിന്റെ ശക്തി തിരിച്ചറിയാൻ വേണ്ടി അവനെ അവന്റെ കണ്ണുപൊട്ടനാക്കി അവന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഇനി നിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കാന് എന്റെ മേലെ അഭിഷേകത്തെ ഒന്നുകൂടി തരണമെന്ന് പറഞ്ഞ് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവൻ പോയ ആലയത്തിന്റെ മൊത്തത്തെ ഹല്ലേലൂയ അവന്റെ ആലയത്തിന്റെ അവിശിഷ്ടമാക്കി നാനാവിശിഷ്ടമാക്കി മാറ്റി ആലയം പൊളിഞ്ഞു വീണു. ഹല്ലേലൂയ, അവിടുന്ന് ആൾക്കാർ മൊത്തം ഫലിസ്തരെല്ലാം മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അഭിഷേകത്തിന്റെ ഒരു തലം, അഭിഷേകത്തിന്റെ നിലത്തിലേക്ക് നമ്മൾ ചുവടുവെക്ക യേശു നാമത്തില്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവിടെ മേൽ അഗ്നിനാവ് പോലെ ഹല്ലേലൂയ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. 15 രാജ്യക്കാര് ഒരുമിച്ചിരുന്ന് കൂടിയപ്പോൾ വിവിധ ഭാഷക്കാര്, വിവിധ ഗോത്രക്കാര് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മേലാണ് ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആരാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ പ്രാർത്ഥിക്കുന്നത്, അവിടെ മേല് ഈ അത്യന്ത വ്യാപാര ശക്തി കർത്താവേ എന്റെ മൺകൂടത്തിന് മേല് ഒന്ന് പകരണമേ. ഈ ദുഷ്ട ലോകത്തെ ജീവനാംശമായ ഒരു ദൈവശക്തി കരങ്ങൾ പിടിച്ച ജോണങ്ങളെ വൈഫിന്റെ കരം പിടിച്ചാണ്ട്, ജോണങ്ങളെ വൈഫിന്റെ കരം പിടിച്ചാണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അസാധാരണ അഭിഷേകത്തിന്റെ ശക്തി അവരുടെ മേൽ ആറ്റിയുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് കൂടി വന്ന ദൈവജനത്തിന്റെ മേല് അവർ ഒരുമിടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോണ്ടല്ലോ അല്ലെ ഭൂകമ്പം ഉണ്ടായി. ചില ഇളകാത്ത ഇളരും യേശുവിന്റെ നാമത്തില്, ചിലർ തകരാത്ത തകരും. ജീസസ് അഭിഷേകം പുഷ്ടി നിമിത്തം അഭിഷേകത്താൽ നിറയപ്പെടും. മുഖത്തെ തകർക്കും,
പുഷ്ടി നിമിത്തം, ആ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ചില മുഖങ്ങൾ താരപ്പെട്ട്, ചില കുടുംബത്തിന് മേല, ചിലയിടത്ത് ദാസന്മാരുടെ മേല അവരെ ശുശ്രൂഷകളെ, അവരുടെ ആരോഗ്യത്തെ തകർത്ത് കളയുന്ന ചില ദുഷ്ട പൈശാചിക ബോധുകളെ യേശുവിന്റെ നാമത്തില് അത് നീങ്ങി മാറട്ടെ. ശ്രദ്ധിക്കണേ, അപ്പോസ്തല പ്രവൃത്തികളുടെ അധ്യായം വായിക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിലവിലുണ്ടല്ലോ. ആ പരിശുദ്ധ പ്രവർത്തിച്ചു 15 രാജ്യത്തിലെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് 120 പേരെ മാളിക മുറിയില്ല. ശ്രദ്ധിക്കണേ, നമുക്കൊരു പ്രാർത്ഥനാ റൂം എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ നമ്മുടെ പെന്തക്കോസ്റ്റ് ലൈഫിനകത്തെ അന്നത്തെ കാര്യമാണ് നമുക്കൊരു സെപ്പറേറ്റ് ഒരു പ്രെയർ ഹാള്, പ്രെയർ റൂം, ഒരു ഭവനത്തിനകത്ത് ആരും കയറി വരാത്ത, ആരും കടക്കാത്ത. മത്തായി 6:3 തുടങ്ങുന്നത്, നിങ്ങൾ അറയിൽ കടക്കുക, ഡോർ ക്ലോസ് ചെയ്യുക, രഹസ്യമുള്ള പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, രഹസ്യമുള്ള പിതാവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആലോചന, അറിവ് പറഞ്ഞു തരും, അതിന്റെ ആൻസർ തരും. എന്നുവെച്ചാല് മാളിക മുറി. ശ്രദ്ധിക്കണേ, ഏലിയാവ് കെരീത്തിൽ ചെന്നു, അവിടുത്തെ പ്രൊവിഷൻ കഴിഞ്ഞു. സാരാഫാത്ത് ചെന്നു, വിധവയുടെ അവസ്ഥ ദൈവം മാറ്റി. പക്ഷെ ഒരു വിഷയം ഇവിടെ നടന്നു. സാരാഫാത്തിലെ വിധവയുടെ മകൻ മരിച്ചു. ശ്രദ്ധിക്കണേ, അവൻ ആ ബാലകന്റെ മേലെ 3 പ്രാവശ്യം കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അഭിഷേകമാ കർത്താവിന്റെ അഭിഷേകം. എന്തുവാ? മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന അഭിഷേകമാ ഏലിയാവിന്റെ മേൽ പകർന്നേ. ആ ബാലകൻ മരിച്ചു, പക്ഷെ ഏലിയ 3 പ്രാവശ്യം കമിഴ്ന്ന് വീണു. പക്ഷെ ഒരു വിഷയമുണ്ട്, അത് മാളിക മുറിക്കകത്ത് കൊണ്ടുപോയ പ്രാർത്ഥിച്ച്. എല്ലാ ദാനിയേലിന്റെ ലൈഫിനകത്ത് എടുക്കുമ്പോൾ ഒരു മാളിക മുറി ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പോൾ ഒരു മാളിക മുറി ഉണ്ട്. എന്നുവെച്ചാൽ ചില ദൈവ പ്രവൃത്തി നടക്കാൻ വേണ്ടി ചില സെപ്പറേറ്റ് സ്ഥലങ്ങൾ ദൈവം സെറ്റ് ചെയ്യും. ചില നമ്മുടെ ഭവനത്തിനകത്ത് ഒരു പ്രത്യേക പ്രെയർ സെക്ഷൻ റൂമുകൾ ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ വീട് പണിയുമ്പോൾ എല്ലാവരും വന്ന് കയറുവാനും വിസിറ്റർമാർ വന്ന് കയറുവാനും ജാതികൾ വന്ന് കയറാനുള്ള റൂമല്ല പ്രെയർ റൂം. നമ്മളും പരിശുദ്ധമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് കയറുന്ന റൂമാ. അതിനകത്തിൽ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ്, സ്പിരിറ്റുകൾ ഒന്നും കയറില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഒരു പുതിയ ഭവനം വെക്കുവാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് സെപ്പറേറ്റ് ഒരു പ്രെയർ ഹാൾ വെക്കണം. നിങ്ങളുടെ കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ പേഴ്സണൽ പ്രെയറുകൾ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് റൂം. ഹല്ലേലൂയ. പരിശുദ്ധം പറയുന്നു, ഒരു മാളിക മുറിയുണ്ട്. 120 പേര് ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായി. അവിടെ പരിശുദ്ധാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ആ അന്യഭാഷയിൽ അഭിഷേകം പ്രാപിച്ച പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തി. ശ്രദ്ധിക്കണേ, ഇനി നമുക്ക് പത്രോസിലേക്ക് ഒന്ന് പോകാം. മുക്കുവനായിരുന്നു. ഗലീലയിലെ കടപ്പുറത്തിന്റെ സ്പന്ദനങ്ങളെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭാഷ അറിയത്തില്ല, പരിജ്ഞാനമില്ല, ജ്ഞാനമില്ല. ഞാൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ച പോലെ 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇശയുടെ കുറ്റത്തിന്റെ ഒരു സന്തതി പുറപ്പെടും, അവൻ ഫലം കായ്ക്കുന്നൊക്കെ പറഞ്ഞു. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, യഹോവ ഭക്തിന്റെ ആത്മാവ്. ശ്രദ്ധിക്കണേ, ഈ പത്രോസിന്റെ ഒഴിഞ്ഞ പടയിലേക്ക് യേശു എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലോ പത്രോസിന്റെ ചരിത്രം മാറി. ഇന്ന് പകൽക്കാലം ആരാണോ അഭിഷേകത്തിനോട് പ്രതികരിക്കുന്നത്, എനിക്ക് അഭിഷേകം വാങ്ങിച്ചിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, പത്രോസിന്റെ പടകിൽ യേശു കയറിയപ്പോൾ പത്രോസിന്റെ ലൈഫ് മാറി. അവന്റെ ക്യാരക്ടർ ദൈവം ചേഞ്ച് ചെയ്തു. അവന്റെ സ്വഭാവം മാറി, അവന്റെ സംസാര രീതി മാറി. എന്തിനെ എടുത്തിടുന്ന പത്രോസിന്റെ ലൈഫിനെ മാറ്റി. അങ്ങനെ കർത്താവേ, അഭിഷേകം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും, അഭിഷേകം വ്യക്തികളെ മാനസാന്തരപ്പെടുത്തും. അവസാനം യേശു ഇറങ്ങി, നാഥ, ഞങ്ങൾ രാത്രി വീണ്ടും അധ്വാനിച്ചു, പക്ഷെ ഒന്നും ലഭിച്ചില്ല. പക്ഷെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. യേശുവിന്റെ വാക്കിന് വലയിറക്കിയ പത്രോസിന്റെ പടകിനകത്തേക്ക് ഹല്ലേലൂയ പടകിനെ നിറച്ച്, ചെറുപടകളെ നിറച്ച് നിറച്ചു കഴിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, നാഥ, ഞാനും നിന്റെ കൂടെ വരുവാ. ശ്രദ്ധിക്കണേ, ഒരുവന്റെ മേൽ അഭിഷേകം വീണപ്പോൾ അന്നേരം പത്രോസിന് മനസ്സിലായി, ഇതൊരു സാധാരണ വ്യക്തിയല്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന പത്രോസിന് മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ, ബർമനായ ശിമോന് മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ നീ ജീവനുള്ള പുത്രനായ യേശു കർത്താവെന്ന് പത്രോസിന് മാത്രമേ വെളിപ്പെട്ടു വന്നിട്ടുള്ളൂ. ആ പത്രോസിനല്ലേ സ്വർഗരാജ്യത്തിന് താക്കോല് കൈമാറിയത്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലഴിക്കും. അഭിഷേകത്തിന്റെ താക്കോൽ കൈമാറ്റമാണ് പത്രോസിന് മേൽ നടന്നത്. പത്രോസ് സാധാരണ വ്യക്തിയല്ല. കർത്താവിന് വേണ്ടി ജീവൻ കളയാനും മരിക്കാനും തയ്യാറ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ 3 പ്രാവശ്യം അത് തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരാണോ സമർപ്പിക്കുന്നത്, ആരാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ മേല ഇന്ന് അഭിഷേകത്തിന്റെ കൈമാറ്റം ചെയ്യുന്നത്. കർത്താവെ, എന്റെ കർത്താവിനെ സ്തുതിപ്പാൻ, എന്റെ കർത്താവിനെ ആരാധിപ്പാൻ, എന്റെ കർത്താവിന്റെ നാമത്തിൽ ചിലത് ചെയ്യാൻ വേണ്ടി കർത്താവെ ഞാൻ ചിലത് ആഗ്രഹിക്കുന്നു എന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, അവിടെ മേൽ ചില അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങള് യേശുവിന്റെ
യേശുവിന്റെ നാമത്തില് അത് വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിച്ചായിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെ അങ്കിളെ കംഫർട്ടബിൾ ഓക്കെ അല്ല? 5 മിനിറ്റ് ക്ലോസ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു. ഹലോ, ശ്രദ്ധിക്കണേ, നമ്മൾ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ കരങ്ങൾ അടിച്ച് അന്യഭാഷ അറിയിച്ചാണ്ട് പൗലോസ് എഫെസോസിൽ എത്തിയപ്പോഴുണ്ടല്ലോ, പൗലോസ് എഫെസോസിൽ എത്തിയിട്ടുണ്ടല്ലോ, അവിടെ വ്യാപരിച്ച അന്ധകാര ശക്തിയായിരുന്നു. ഏഷ്യ മൈനറെ തകർക്കുന്ന ഒരു അന്ധകാര ശക്തിയായിരുന്നു അല്ലെ അർത്തമീസ് ദേവി. ശ്രദ്ധിക്കണേ, ഒരുവന്റെ മേൽ ആ 4.5 അടി നീളമുള്ള പൗലോസ്, കാല് കുറിയവൻ, കാല് മൊത്തം വില്ലുപോലെ വളഞ്ഞവൻ. പക്ഷെ അർത്തമീസ് ദേവിയുടെ എഫെസോസിൽ എത്തിയപ്പോഴുണ്ടല്ലോ അന്ധകാര ശക്തിയുടെ വെട്ടുന്നൊരു അഭിഷേകം. ശ്രദ്ധിക്കണേ, ഒരു നോട്ടത്തിനകത്ത് അഭിഷേകം പ്രാപിച്ച വ്യക്തി നോട്ടത്തിനകത്ത് വെളിച്ചപ്പാടത്തിയുടെ അവിടെ മേൽ വ്യാപരിച്ച അന്ധകാര ശക്തി വിട്ടുപോയി. ശ്രദ്ധിക്കണേ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കകത്ത് അധികാരമുണ്ട്, നമ്മുടെ നാവിനകത്ത് അധികാരമുണ്ട്. നമ്മൾ പറയുന്നു, ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ശ്രദ്ധിക്കണേ, അഭിഷേകം പ്രാപിച്ച പ്രവാചകനാണ്, അഭിഷേകത്തെ നിറഞ്ഞ പ്രവാചകൻ ഏലിയാവ്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞിട്ടല്ല. ശ്രദ്ധിക്കണേ, നമ്മുടെ വാക്കിനകത്ത് അസാധാരണമായ അധികാരമുണ്ട്, നമ്മുടെ വാക്കിനകത്ത് അസാധാരണ ദൈവപ്രതി വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാവശ്യമായിട്ട് കർത്താവിന്റെ അഭിഷേകത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ദാവീദിന്റെ മേലെ വിളിച്ചു വരുത്തിയ കൊണ്ട് അഭിഷേകം ചെയ്തു. പക്ഷെ ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഏത് സമയം കൃപാസനത്തിലേക്ക് അടുത്ത് വന്ന് അപ്പ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് അപ്പന്റെ സന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ ഇന്നൊരു അഭിഷേകത്തിന്റെ കൈമാറ്റം വെളിപ്പെട്ടു വരും. ഇത് മറ്റുള്ള ജ്ഞാനികൾക്ക് വെളിപ്പെട്ടില്ല, മറ്റുള്ള ലോകത്തിലെ സ്കോളേഴ്സിന് വെളിപ്പെട്ടില്ല. ആരാണോ സമർപ്പിക്കുന്നത് അവിടെ മേൽ ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തില് പ്രാർത്ഥന. അന്ത്യകാലത്ത് സകല ജനത്തിന് മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാര് പ്രവചിക്കും, നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ നാളുകൾ കർത്താവേ ദാസന്മാരുടെ ആത്മാവിന്റെ അഭിഷേകത്തെ പകരും. ഒരു പകർച്ച പ്രാർത്ഥിച്ചാണ്ട് അല്ലെ പൗലോസുകാർ എഫെസോസിൽ കാലി കുത്തിയപ്പോൾ തന്നെ അർത്തമീസ് ദേവിയുടെ ശക്തി തകർന്നു. ഏഷ്യയും യൂറോപ്പിനെയും ഭരിച്ചിരുന്ന ഒരു അന്ധകാര ശക്തി ഏറ്റവും കൂടുതൽ ജനങ്ങള് കടന്നുപോയി ആരാധിക്കുന്ന ക്ഷേത്രം അർത്തമീസ് ദേവി. ഭയങ്കര അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് വിഷയം, എങ്കിലും സമയമില്ല. പക്ഷെ നമുക്ക് അല്പസമയം അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഉപവാസത്തിനകത്ത് അപ്പൊ എന്റെ പേര് അഭിഷേകത്തിന്റെ ശക്തി, ഞങ്ങൾ സാക്ഷ്യം പറയുന്നവരായി അഭിഷേകം വെളിപ്പെട്ട് വരുമ്പോഴാണ് ഞങ്ങൾ സാക്ഷ്യങ്ങൾ പറയും. അഭിഷേകം വെളിപ്പെട്ട് വരുമ്പോഴാണ് ഞങ്ങൾ കർത്താവിനെ ഉയർത്തും. ഈ അഭിഷേകം വെളിപ്പെട്ട് വരുമ്പോഴാണ് ഞങ്ങൾ ദൈവത്തിന്റെ ഭരണത്തെ സംസാരിക്കും. യേശുവിന്റെ നാമത്തില് അന്ധകാര ശക്തി വെട്ടുന്ന, അന്ധകാര ശക്തി തകർത്ത് കളയുന്ന ഒരു അഭിഷേകത്തിന്റെ മേലെ പകർന്നവേ. അവരെ കാത്തിരുന്നവരുടെ മേല അവർ ഒരുമിച്ച് കാത്തിരുന്നു. ആ കാത്തിരുന്ന മേല അസാധാരണ അഭിഷേകം ചലിച്ചു. 15 രാജ്യങ്ങളെ വ്യക്തികളുടെ മേല അസാധാരണ ദൈവപ്രവൃത്തികള് മാളിക മുറിയിൽ വെളിപ്പെട്ടു വന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. യേശുവിന്റെ നാമത്തില് ചെന്ന് സ്വർഗം തുറക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പ്രാപങ്ങൾ ഇറങ്ങി വരട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ ഒരു ദൈവ പ്രവൃത്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ, പരിശുദ്ധമേ, നന്ദി കർത്താവേ. പ്രിയപിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളെ പ്രാർത്ഥിക്കും. അഭിഷേകത്താൽ നിറയുവാൻ, അന്യഭാഷ കൃപാവരം നടത്തവെ ആരാധിക്കുവാൻ, അപ്പൊ കൃപാവരങ്ങളുടെ ഒട്ടും കുറവിലത്തിലാക്കി മാറ്റുവാൻ തന്റെ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസകർത്താവ് ഇവരുടെ ജീവിതങ്ങളിൽ ഒരു വലിയ നിറവായി വെളിപ്പെട്ടു വരട്ടെ. അസാധാരണ അഭിഷേകത്തെ ചുമക്കുന്ന മക്കളാക്കി മാറ്റിട്ട് എഗസ്കേല് നിവർന്ന് നിർത്തുമാറാക്കി. ഹലിയ അസ്ഥി താടി വരെ നോക്കി പ്രവചിച്ചു. ഹലിയ ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് 4 സൈഡിൽ നിന്ന് കാറ്റുതാൻ പറഞ്ഞു. ഹലിയ അലിയ ആ അസ്ഥികളുടെ മേല്, ഉണങ്ങി കിടക്കുന്ന അസ്ഥികളുടെ മേല് മാംസം വെച്ച് തൊക്കു വളർന്നു വന്നു. അവിടെ മേൽ ജീവശാസ്ത്രം ഊതിയപ്പോൾ ഒരു സൈന്യമായി എഴുന്നേറ്റ് വന്നു. യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെ അവസ്ഥകളാണ് കർത്താവ് തന്റെ ജനം ആയിരിക്കുന്നത്, ആ അവസ്ഥകളെ പരിഗണിക്കുന്ന ഒരു സൈന്യമായി ഈ ജനത്തെ എഴുന്നേൽപ്പിക്കുമ്പോൾ നിർമ്മിക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിനോട് ഇടു നിൽക്കുവാൻ, സവൽക്കടി ഇടു നിൽക്കുവാൻ, തലമുറപ്പടി ഇടു നിൽക്കുവാൻ, ദേശത്തെ അന്ധകാരത്തെ വെട്ടുന്ന ഒരു അഭിഷേകം ഈ തലമുറ കർത്താവെ അങ്ങ് പകരുന്നതിനായി സ്തോത്രം.
ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് കൂടി വന്ന എല്ലാ ദൈവജനത്തെ കർത്താവെ ഒരു പുതിയ അഭിഷേകത്താൽ പുതിയ അധികാരത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ഗിദെയോന്മാരുടെ പുറത്തു വരട്ടെ, ചില തീത്തോസ്മാർ പുറത്തു വരട്ടെ, തിമോത്തിയോസ്മാർ പുറത്തു വരട്ടെ, പത്രോസ്മാർ പുറത്തു വരട്ടെ, പൗലോസ്മാർ പുറത്തു വരട്ടെ. തിരുക്കരങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിന്റെ പിതാവേ, പ്രത്യേക ഇന്ന് ഈ സെക്ഷനിലൂടെ കടന്നു വരാൻ ദൈവം സഹായിച്ചു. ഞാൻ എന്റെ കർത്താവ് സകലം മാനവ കയറ്റുന്ന പ്രത്യേക പ്രിയ ജോണങ്ങളോടും ആന്റിയോടും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ ദൈവത്തോടുമുള്ള നന്ദി കയറ്റുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സമയം പോയെന്നാരും വിചാരിക്കേണ്ട. നമ്മൾ ദിവസങ്ങളിലായിരിക്കുന്നതുകൊണ്ട് സമയം നമുക്കൊരു പ്രശ്നമല്ല. പ്രാർത്ഥന ആവശ്യമുള്ളവരും മാത്രമാണ് ഇപ്പോൾ ഇവിടെ യഥാർത്ഥമായിട്ട് ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ള ഒരു ജനം മാത്രമാണ് ഇപ്പോൾ. ചാർജ് തീരാറായി. ചാർജ് തീരാറായി. ചാർജ് കുത്തിവെച്ചാൽ മതിയല്ലോ. ചാർജ് കുഴപ്പമില്ല. സ്തോത്രം. നമുക്ക് ഇനി നീട്ടുന്നില്ല. നമുക്കൊരു പാട്ട് പാടി അഭിഷേകത്തോട് ഒരു പാട്ട് പാടി എല്ലാം കൂടെ ചേർന്ന് കൈയടിച്ച് പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാട് പാടി പോയിട്ടിടാം ദേവദേവനെ പുതിയതാം കൃപകളോട്. സ്തോത്രം. ആ ഗാനം പാടി ആശീർവാദം പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവാദം പറയുന്നതായിരിക്കും. നമുക്ക് ചേർന്ന് പാടാം. പാടി പുകട്ടിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകട്ടിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പൊടിയായി വരും കൊടിയായി വരും നേരത്ത് കാത്തും നിത്യം പാടും നിത്യം പാടും യേശുവേ എന്നാത്മാവിൻ ഗീതാവേ യേശുവേ ഞാനെന്തോ വാഴ്ത്തിപ്പുകഴ്ത്തി യേശുവേ ഞാനെന്തോ വാഴ്ത്തിപ്പുകഴ്ത്തി കുഞ്ഞിനെ മാരന്മാരും ഞാൻ മറക്കായെന്ന വാർത്തയാ കുഞ്ഞിനെ മാരന്മാരും ഞാൻ മറക്കായെന്ന വാർത്തയാ എന്നോട് താഴ്ത്തി തന്നത്
No,